ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നീ പോട്ടെ, നിന്റെ ചേട്ടനെ വിളിച്ചോണ്ട് വാ. ചെല്ലടാ, ചെന്നിട്ടേ അച്ഛൻ ചാവാൻ കിടക്കാന്ന് പറ. അപ്പ വരും. അപ്പോഴേ അവൻ വരത്തുള്ളൂ. അപ്പോഴേ അവൻ വരൂ. ഇത്രയും പണം കിട്ടാനുണ്ടെങ്കിൽ പിന്നെ എവിടുന്നാ ഇവിടെ പണം ഉണ്ടാവുക? ആ, ശ്രീധരൻ 20,000 രൂപ. 3 or 4 കടയുള്ള മനുഷ്യനാ. വിഷ്ണു കുഞ്ഞുണ്ടായിരുന്നപ്പോ ഒരു തവണ പോലും പലിശ കാശ് മുടങ്ങാത്ത ആളാ. ഇപ്പൊ പണം ചോദിക്കാൻ ചെല്ലുമ്പോ കുഞ്ഞണം കുത്തി കാണിക്കുക. വിഷ്ണു കുഞ്ഞ് വന്നു കഴിയുമ്പോ ആദ്യം മൂക്കിടിച്ച് പരത്തുന്നതും ശ്രീധര നിന്റെ ആയിരിക്കും. എന്താ പിള്ളച്ചേട്ടാ ഒറ്റയ്ക്കിലും സംസാരിക്കുന്നേ? കിട്ടാനുള്ള പണമൊക്കെ എണ്ണി തിട്ടപ്പെടുത്തുകയായിരുന്നു കുഞ്ഞെ. വിഷ്ണു കുഞ്ഞ് വരുന്നവരെ ഇതിങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകണ്ടേ? അതിനുള്ള തത്രപ്പാടില്ല. സത്യമ്മ വിളിച്ചിരുന്നു. അപ്പൊ കാര്യം ഇതായിരിക്കും അല്ലേ? പക്ഷെ വിഷ്ണു ബ്രോ പോകുന്ന സ്ഥലത്തൊക്കെ നമ്മൾ പോയിട്ട് കാര്യം എന്താ? ഒരു ചായ ആവാം അല്ലേ? ഹേയ്, ഇപ്പൊ വേണ്ട. കൊടുത്ത പണം പിരിക്കാതെ നമുക്കിനി മുന്നോട്ട് പോകാനാവില്ല കുഞ്ഞെ. ഇവിടത്തെ അവസ്ഥയൊക്കെ വലിയ കഷ്ടമാണ്. സത്യാമ്മയുടെ കാര്യം അറിയാലോ. ഇവിടത്തെ കാര്യങ്ങളെല്ലാം സത്യാമ്മയ്ക്ക് തന്നെ നേരിട്ട് ചെയ്യണമെന്നുള്ളത് രാഘവൻ സാറ് കാര്യങ്ങൾ നോക്കുന്ന സമയം മുതലുള്ള കാര്യമാണ്. അതുകൊണ്ട് എത്ര കഷ്ടപ്പെട്ടാലും ശാലിനി കുഞ്ഞിനെ അതൊന്നും അറിയിക്കില്ല. ഇപ്പൊ തന്നെ രാഘവൻ സാറിന് മരുന്ന് വാങ്ങാൻ പോലും കയ്യിൽ പൈസ ഇല്ലാത്ത അവസ്ഥയാ. അറിയാലോ, ഈ വീട് വിട്ട് ഇറങ്ങിയപ്പോ ജീവിക്കാൻ വേണ്ടി പലഹാരങ്ങൾ ഉണ്ടാക്കി വീടുകൾ തോറും കൊണ്ട് വിറ്റ് ജീവിതമാർഗം തേടിയ ആളാ സത്യാമ്മ. ആ സത്യാമ്മ പണത്തിന് വേണ്ടി ആരുടെ മുന്നിലും കൈകൂപ്പില്ല. അപ്പൊ നമ്മളെ കൊണ്ട് ചെയ്യാവുന്നത് നമ്മൾ ചെയ്ത് സഹായിക്കണം. വിഷ്ണു കുഞ്ഞ് ഒരു ദിവസം കൊണ്ട് വാങ്ങിക്കുന്ന കാശ് നമ്മൾ 5 ദിവസം നടന്നിട്ടാണെങ്കിലും അത് വാങ്ങിച്ചു കൊടുക്കണം. അതിന് നമ്മൾ സത്യാമ്മയെ സഹായിച്ചേ പറ്റൂ. നീ എത്തിയോ? പിള്ളച്ചേട്ടൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ പോയ പണമെല്ലാം തിരിച്ചു വന്നേ പറ്റൂ. അതിനുള്ള മാർഗമാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അച്ഛൻ ഒന്ന് വീണു. അയ്യോ, പേടിക്കാനൊന്നുമില്ല. വിഷ്ണു വന്നോന്നും ചോദിച്ചുകൊണ്ടുള്ള ഓട്ടമല്ലേ? നേരം വെളുത്താ തുടങ്ങും. ഇതൊന്നും അവൻ അറിയണ്ടല്ലോ. അച്ഛനെയും വേണ്ട, അമ്മയും വേണ്ട, കെട്ടിയ ഭാര്യയെ പോലും അവന് വേണ്ട. പിന്നെ മറ്റുള്ളവരുടെ കാര്യം പറയണോ? പോയി എവിടെയെങ്കിലുമൊക്കെ നടന്നിട്ട് വരട്ടെന്നേ. ഞങ്ങളൊക്കെ അപ്പൊ ജീവിച്ചിരിപ്പണ്ടേ അവൻ വന്ന് കാണട്ടെ. അല്ലെങ്കിൽ ഞങ്ങളുടെ അസ്ഥിത്തറയിൽ വിളക്ക് വെച്ച് ചെയ്ത തെറ്റിന് മാപ്പ് ചോദിക്കട്ടെ. അല്ലാതെ ഞാൻ എന്തിപ്പോ പറയാനാ? നീ വാ, അച്ഛനെ വന്നൊന്ന് കാണ്. ആരെങ്കിലുമൊക്കെ അടുത്തുണ്ടെന്ന് കരുതി അപ്പാവൊന്ന് സമാധാനിക്കെങ്കിലും ചെയ്യട്ടെ. വാടാ. രാഘവേട്ട, രാഘവേട്ട, ദാ രോഹിത് വന്നിരിക്കുന്നു. അച്ഛാ, അച്ഛാ, ഞാനാ അച്ഛാ. അച്ഛാ, വിഷ്ണു, നീ എന്തോടാ അച്ഛൻ ചത്തെന്നറിയാൻ വേണ്ടി വന്നതാന്ന്? ചത്തിട്ടില്ല, ജീവനുണ്ട് കേട്ടോ. അച്ഛാ, ഞാനാ അച്ഛാ, രോഹിതാ. നീയാണോ? രോഹിതാന്നോടാ? അതെ അച്ഛാ. നീ പോട്ടെ, നിന്റെ ചേട്ടനെ വിളിച്ചോണ്ട് വാ. ചെല്ലടാ, ചെന്നിട്ടേ അച്ഛൻ ചാവാൻ കിടക്കാന്ന് പറ. അപ്പ വരും. അപ്പോഴേ അവൻ വരത്തുള്ളൂ. അപ്പോഴേ അവൻ വരൂ. എന്നാലേ അവൻ വരത്തുള്ളൂ. എന്നാലേ അവൻ വരത്തുള്ളൂ. രോഹിത്തെ, നീ വന്നേ. എന്തുകൂടാ നോക്കിയിരിക്കുന്നേ? അവനെ പോയി വിളിച്ചോടാ. വാ.
ആ ശരി അച്ഛാ. അവനും കൊണ്ട് ഇങ്ങോട്ട് വന്നാ മതി കേട്ടോ. വരും വരും. എടാ, മനസ്സിലായല്ലോ, ഇതാണ് അവസ്ഥ. ഡോക്ടർ വന്ന് മരുന്ന് തന്നെങ്കിലും ഹോസ്പിറ്റലിൽ കാണിക്കണമെന്ന് പറഞ്ഞിരിക്കുക. എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ തന്നെ ആദ്യം വേണ്ടത് പണം തന്നെയാ. ആ പണമാ നമ്മുടെ കയ്യിലില്ലാത്തത്. സത്യമ്മ പറഞ്ഞു, ഞാൻ എന്താ ചെയ്യണ്ടേ? കിട്ടാനുള്ള പണം തിരിച്ചു പിടിക്കണം. അതിന് വെട്ടാനും കുത്താനും ഒന്നും നിൽക്കാതെ നിരന്തരം പിന്നാലെ നടന്ന് ചോദിച്ച് പണം വാങ്ങിക്കാൻ നോക്കണം. തരാനുള്ളവരുടെ കടയിൽ പോയി കുത്തിയിരിക്കണം. പണം തന്നിട്ട് ഇവിടുന്ന് പോകൂ എന്ന് തന്നെ പറയണം. അങ്ങനെയൊക്കെ ചെയ്യുമ്പോ അഭിമാനമുള്ള ആരാണെങ്കിലും പണം തരും. എടാ, നമ്മുടെ മുന്നിൽ ഈ ബിസിനസ് നിലനിർത്തി കൊണ്ടുപോകണമെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും മാർഗം ചെയ്യാതെ പറ്റില്ലടാ. എടാ രോഹിത്തെ, നീ ഒന്ന് ഉത്സാഹിച്ച് എന്റെ ഒപ്പം നിന്നേ പറ്റൂ. പിള്ളച്ചേട്ടനും കമലിനും നിന്റെ കൂടെ എപ്പോഴും ഉണ്ടാവും. ഞാൻ ശ്രമിക്കാം. അടിയിടിയൊക്കെ ഒഴിവാക്കി സമാധാനപരമായിട്ടൊന്ന് ശ്രമിച്ചു നോക്കാം. എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ ഞാൻ നോക്കാം. ഇതാര്? മാണിക്കത്തെ കൊച്ചു മുതലാളിയോ? എന്താണ് ഈ പാവങ്ങളുടെ അടുത്ത്? നീ പുതിയ ഓഫീസ് ഓട്ടോ ഒക്കെ തുടങ്ങിയെന്ന് ഞാൻ അറിഞ്ഞു. നീ ഇരിക്കെ. സംഗതി അവളുടെ അച്ഛൻ എന്തെങ്കിലും തുടങ്ങി പണ്ടാരടങ്ങട്ടെന്ന് പറഞ്ഞ് കുറച്ച് കാശ് തന്നു. മകളെ കെട്ടിച്ചെന്ന് പോയില്ലേ, തരാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. പിന്നെ കുറച്ച് ഗോൾഡൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വെച്ച് ഒരു ധൈര്യത്തിനങ്ങ് തുടങ്ങി. അവളുടെ പേരിൽ കിടന്ന ഷെയറൊക്കെ വിറ്റുന്നാണല്ലോ സോനു പറഞ്ഞത്. അവൻ പറയും. അവനും അങ്ങനെയാണല്ലോ വർഷപ്പെട്ടത്. എന്നിട്ട് എന്തായി? 8 നിലയിൽ പൊട്ടിയില്ലേ? എടാ ഒരു മിനിറ്റ്. സാന്ദ്രേ, ഞാൻ വിളിക്കാൻ പറഞ്ഞത് മറ്റൊന്നും പറയാനല്ല. നീ എന്നെ ഏൽപ്പിച്ച ആ സത്യം മാത്രം പറയുന്ന സത്യസന്ധനായ ഡ്രൈവറെ എനിക്കിനി വേണ്ട. അവനോട് ഇനി വരണ്ടെന്ന് പറഞ്ഞേക്ക്. ആഴ്ചയിൽ 5 ദിവസവും അവധി എടുത്ത് വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നവനെ ഓൺലൈൻ ടാക്സി ഓടാൻ നിർത്തിയിട്ട് എനിക്കെന്തെങ്കിലും ഗുണമുണ്ടോ? അവനെന്തെങ്കിലും ഗുണം വേണ്ടേ? ഇനി ഒരു അപേക്ഷ മാത്രം. ഇതുപോലെ പണി തരുന്ന പണിക്കാരെ തന്ന് എന്നെ സാന്ദ്ര സഹായിക്കരുത് പ്ലീസ്. പണിക്ക് വരില്ലടാ. പണ്ട് നമ്മൾ സ്കൂളിൽ പോകുമ്പോ വരാൻ പറ്റാതാകുമ്പോ സാറിനോട് ഒരു പശു കുത്താൻ ഓടിച്ചെന്ന് നമ്മൾ കള്ളം പറയാറില്ലേ? ആ പശു ഈ ഡ്രൈവറുടെ വാതിക്കൽ ഇപ്പോഴും ഉണ്ട്. ഓരോ കാരണങ്ങൾ പറയുന്നവിടെ ചിരി വരും. അതൊക്കെ പോട്ടെ, നിന്റെ വിശേഷങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. എന്റെ കാര്യങ്ങൾ കുറെയൊക്കെ നിനക്ക് അറിയാലോ. അച്ഛനായിട്ട് ഇപ്പൊ എങ്ങനെ? പണ്ടത്തെ പോലെ വഴക്കം പോളൊന്നുമില്ലല്ലോ. അത് പറയാനായിട്ടാ ഞാനിങ്ങോട്ട് കയറിയത്.